PS പ്രശാന്ത് ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു. അതിലെ അറിയാം, ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരം വിവാദങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നത്. ആഗോള അയ്യപ്പ സംഗമത്തിന് എല്ലാ മേഖലയിൽ നിന്നും കിട്ടിയ പിന്തുണയാണ്, ദേവസ്വം വകുപ്പിനും ദേവസ്വം ബോർഡിനും കിട്ടിയ പിന്തുണയാണ് ഇത്തരത്തിലുള്ള ചില വ്യാജ ആരോപണങ്ങൾ ചമച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെ ഒരു സുവർണാവസരമായി ഇവിടുത്തെ പ്രതിപക്ഷവും BJP ഉപയോഗിക്കുകയാണ്. ഇന്നലെ ദേവസ്വം വകുപ്പ് മന്ത്രിയുമായി ശ്രീ വേൻ വാസുവനുമായി ഞാൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ നിലപാടും ദേവസ്വം ബോർഡിൻ്റെ നിലപാടും 1998 വിജയമല്ലെ സ്വർണം പൂശുന്നത്. ആ കാലഘട്ടം മുതൽ 2025 നിലവിൽ എൻ്റെ കാലഘട്ടം വരെയുള്ള കാര്യങ്ങൾ, അത് സ്വർണത്തിൻ്റെ കാര്യമാവട്ടെ, തൂക്കത്തിൻ്റെ കാര്യമാവട്ടെ, ഇത്തരം അവതാരങ്ങളുടെ കാര്യമാവട്ടെ, സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് ഞങ്ങൾ കോടതിയിൽ ആവശ്യപ്പെടാൻ പോകുന്നത്. തൊട്ടടുത്ത ദിവസം തന്നെ കോടതിയിൽ ഞങ്ങളുടെ സ്റ്റാൻഡിംഗ് കൗൺസിൽ അത് ആവശ്യപ്പെടും. പിന്നെ ഇപ്പോൾ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ചെന്നൈയിലേക്ക് ഈ സ്വർണ്ണപ്പാളികൾ നവീകരണത്തിന് കൊണ്ടുപോയത്. അതിലൊരു പാളിച്ചയും ദേവസ്വം ബോർഡിന് ഇപ്പോൾ പറ്റിയിട്ടില്ല. തിരുവാഭരണ കമ്മീഷന്റെ നേതൃത്വത്തിൽ അവിടെ എത്തി, ശബരിമല AOയുടെ സാന്നിധ്യത്തിൽ, എക്സിക്യൂട്ടീവ് ഓഫീസറുടെ സാന്നിധ്യത്തിൽ, വിജിലൻസിന്റെ സാന്നിധ്യത്തിൽ കൃത്യമായ വീഡിയോ ചിത്രീകരണത്തിലോടുകൂടി ആദ്യം തുടക്കത്തിൽ മഹസർ തയ്യാറാക്കി, അവസാനവും മഹസർ തയ്യാറാക്കി, സുരക്ഷിതമായ വാഹനത്തിൽ പോലീസിൻ്റെ അകമ്പടിയോടുകൂടിയാണ് ഇത്തവണ ചെന്നൈയിലേക്ക് തിരുവാഭരണം കമ്മീഷണർ വാഹനത്തിലിരിക്കെ അങ്ങനെയാണ് ചെന്നൈയിലേക്ക് ഞങ്ങൾ സ്വർണം കൊണ്ടുപോയത്. നിങ്ങൾ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഞങ്ങൾ ചെന്നൈയിലേക്ക് വരാനാണെന്ന് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ സ്വർണം കൊടുക്കുകയല്ല ഞങ്ങൾ ചെയ്തത്. അതായത് ഇപ്പോൾ അവിടെ തിരുവാഭരണം കമ്മീഷന്റെ കയ്യിൽ ഇപ്പോൾ കൊണ്ടുപോയതിനെ സംബന്ധിച്ച് കൃത്യമായ രേഖകളുണ്ട്. ഈ രണ്ട് ദ്വാരപാലകന്മാരുടെയും 14 പാളികളാണ്. 14 പാളികളിലായി 38 കിലോഗ്രാമാണ് ഇപ്പോൾ നിലവിൽ അവിടെ തിരുവാഭരണ കമ്മീഷൻ രേഖപ്പെടുത്തിയതിൽ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ കൊണ്ടുപോകുന്നതിന് മുമ്പ് 14 പാളികളിലായി 38 കിലോഗ്രാം. അതിലുണ്ടായിരുന്ന സ്വർണത്തിൻ്റെ സാന്നിധ്യം 397 ഗ്രാമാണ്. 397 ഗ്രാം. ഇതിൽ ഈ 14 പാളികൾ ഞങ്ങൾക്ക് കൊണ്ടുപോകേണ്ടി വന്നില്ല. 12 പാളികൾ മാത്രമേ നമുക്ക് കൊണ്ടുപോകേണ്ടി വന്നുള്ളൂ. അത് 22 കിലോഗ്രാമാണ്. അതിലുണ്ടായിരുന്ന സ്വർണത്തിൻ്റെ അംശം 281 ഗ്രാമാണ്. ആ 22 പാളികൾ 12 പാളികളിലായി 22 കിലോഗ്രാം തൂക്കം, 281 ഗ്രാം സ്വർണം. അതാണ് ഞങ്ങൾ 281 ഗ്രാം സ്വർണം അതാണ് ഞങ്ങൾ എങ്ങോട്ട് കൊണ്ടുപോയത്? ചെന്നൈയിലേക്ക് കൊണ്ടുപോയത്. അവിടെ ചെന്നൈയിലെത്തി കേവലം 10 ഗ്രാം മാത്രമാണ് ഇതിൻ്റെ നവീകരണത്തിന് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി വന്നത്. കേവലം 10 ഗ്രാം മാത്രം. അവിടെ പോയി ഇത് നവീകരണം കഴിഞ്ഞു. കോടതിയുടെ ഇത്തരം കാര്യങ്ങളിലെല്ലാം കോടതിയെ ബോധ്യപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് കോടതി തിരിച്ചു കൊണ്ടുവരാൻ ഞങ്ങളോട് പറഞ്ഞു. അങ്ങനെ കോടതിയുടെ ഉത്തരവനുസരിച്ച് ഞങ്ങൾ തിരിച്ചു കൊണ്ടുവന്നപ്പോൾ 12 പാളികളിലായി 22 കിലോഗ്രാം 281 ഗ്രാം എന്നുള്ളത് 10 ഗ്രാമും കൂടി 291 ഗ്രാമായി മാറി. അത് തിരിച്ചുകൊണ്ട് ഇവിടെ ലോക്കറിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇപ്പോൾ 38 കിലോഗ്രാമും പഴയ ഉണ്ടായിരുന്ന 14 പാളികളിലായി ഉണ്ടായിരുന്ന 397 ഗ്രാമും കൂടാതെ അഡീഷണലായി വന്ന 10 ഗ്രാമും കൂടി ചേർത്ത് 407 ഗ്രാം സ്വർണം ഇപ്പോൾ അവിടെ ലോക്കറിലുണ്ട്. കോടതിയുടെ പെർമിഷൻ കിട്ടി. ഞങ്ങൾക്ക് ഒക്ടോബർ 17 ഞങ്ങൾ അവിടെ സ്ഥാപിക്കും. തന്ത്രിയുടെ അനുവാദത്തോടു കൂടി ഞങ്ങൾ അവിടെ സ്ഥാപിക്കും. എന്നിട്ട് നിങ്ങൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, അതാ ഇപ്പോൾ ചോദിച്ചൊരു ചോദ്യമുണ്ടല്ലോ, എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സേവനം തേടിയത്? ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സേവനം തേടിയത് ഇതൊരു ആധികാരികമായ സ്ഥാപനമാണ് ചെന്നൈയിലുള്ളത്. അതിൻ്റെ ആധികാരികതയെ സംബന്ധിച്ചൊക്കെ നിങ്ങൾ ചാനലുകളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ആധികാരികമായ സ്ഥാപനത്തിൽ 40 വർഷത്തെ വാറണ്ടി ഉണ്ട്. ആ 40 വർഷത്തെ വാറണ്ടി അൺഫോർച്ചുനേറ്റ്ലി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിലാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിൽ ആയതുകൊണ്ടാണ് ഈ 40 വർഷത്തെ വാറണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിലായതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ സ്പോൺസറുടെ സേവനം തേടേണ്ടി വന്നത്. വെറും 10 ഗ്രാമാണ്. നിങ്ങൾ നോക്കൂ, വെറും 10 ഗ്രാമാണ് ഞങ്ങൾക്ക് ഇയാൾ സ്പോൺസറായി തന്നിരിക്കുന്നത്. ഈ 10 ഗ്രാം എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിന് വഹിക്കാൻ പറ്റുന്ന കാര്യമല്ലേ? പക്ഷേ എന്നിട്ടും ഈ 40 വർഷത്തെ വാറണ്ടി ആയിരുന്നു ഞങ്ങളുടെ പ്രശ്നം. ആധികാരികമായ സ്ഥാപനമാണ്. വേറൊരു സ്ഥാപനത്തിലേക്കും എത്രയോ കാലങ്ങളായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മാത്രമല്ല എല്ലാ ദിവസങ്ങളുടെയും കൃത്യമായ കാര്യങ്ങൾ നടത്തുന്ന ആധികാരികമായ ഒരു സ്ഥാപനമാണ്.
സ്വാഭാവികമായും ഈ പിന്നെ അയാളുടെ പേരിലായതുകൊണ്ട് ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ സേവനം പിന്നെ തേടിയേ പറ്റുള്ളൂ. അതുകൊണ്ടാണ്. പിന്നെ ഇപ്പോഴാണല്ലോ ഈ ഉണ്ണികൃഷ്ണൻ പാർട്ടിയുടെ അവതാരത്തെക്കുറിച്ചൊക്കെ വരുന്നത്. ഇപ്പോഴല്ലേ നിങ്ങളായാലും കോടതിയായാലും എല്ലാവരും കണ്ടുപിടിക്കുന്നത് ഇപ്പോഴാണല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ചെയ്തത് ഞങ്ങൾ കൃത്യമായി, ഞങ്ങൾക്കൊന്നും മറയ്ക്കാനില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ പോയി തീരുമാനിച്ചു, അയാൾക്കൊരു കത്തയച്ചു. എന്താ കുഴപ്പം? അത് അദ്ദേഹത്തിൻ്റെ പേരിലായതുകൊണ്ട് നിങ്ങളുടെ പേരിലാണ് ഈ വാറണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യങ്ങളെ നിങ്ങളുടെ സേവനം വേണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. അത് സത്യസന്ധമായും സുതാര്യമായിട്ടുമാണ്. അതിനിപ്പോൾ എന്താ കുഴപ്പം? അപ്പം അത് ഞങ്ങൾക്ക് ഇദ്ദേഹത്തിൻ്റെ സേവനം ആവശ്യപ്പെടുന്നത് കൃത്യമായും സുതാര്യമായും സത്യസന്ധമായിട്ടുമാണ്. അത് 10 ഗ്രാമാണ്. അത് വാറണ്ടി ഉള്ളത് കൊണ്ടാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ദേവസ്വം വകുപ്പ് മന്ത്രിയായാലും ശരി, ദേവസ്വം ബോർഡ് എന്നുള്ള നിലയിലായാലും ശരി, ഞങ്ങൾക്ക് ഒന്നും മറയ്ക്കാനുമില്ല, ഒളിക്കാനുമില്ല. കൃത്യമായ കാര്യങ്ങൾ അന്വേഷണം. അതുകൊണ്ടാണ് കോടതിയിൽ സമഗ്രമായ അന്വേഷണം ഞങ്ങൾക്ക് കോടതിയുടെ എപ്പോൾ ആവശ്യപ്പെടാൻ പറ്റൂ. കാരണം ഇതുമായി ബന്ധപ്പെട്ട എല്ലാം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമായതുകൊണ്ട് ഞങ്ങൾക്കിത് കോടതിയിൽ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. കോടതിയിൽ ഞങ്ങൾ ആവശ്യപ്പെടും ഇത്തരം അവതാരങ്ങൾ. നിങ്ങൾ നോക്കൂ, ഇവിടെ ഒരുപാട് പേര് പറയുന്നുണ്ടല്ലോ. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണല്ലോ ഈ വ്യാജ ആരോപണവുമായി വരുന്നത്. ഇപ്പോൾ അയാൾ പെട്ടിരിക്കുകയല്ലേ. അയാളുടെ വാദഗതി ഏറ്റുപിടിച്ചുകൊണ്ട് 4 കിലോ സ്വർണം കട്ടുകൊണ്ടുപോയി എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ എന്താ ഉണ്ണികൃഷ്ണൻ പോറ്റിയെക്കുറിച്ചൊന്നും മിണ്ടാത്തത്? എന്താ മിണ്ടാത്തത്? പിന്നെ ഈ പ്രതിപക്ഷ നേതാവ് പറയുന്നത് എന്തൊരു വങ്കത്തരമാണ്. സത്യത്തിൽ അതിൽ 4 കിലോഗ്രാം എന്നാണ് പറയുന്നത്. എല്ലാം കൂടി ചേർത്താണ് ഈ 38, 42 എന്നൊക്കെ പറയുന്നത്. അതൊക്കെ അദ്ദേഹം ഒരു സ്ഥാനത്തിരുന്ന് പറയുമ്പോൾ പിന്നെ കാര്യങ്ങൾ പഠിച്ചിട്ട് പറയണം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടൊന്നും ഒളിക്കാനുമില്ല, മറയ്ക്കാനുമില്ല. സത്യസന്ധമായ അന്വേഷണം വേണം. അത് 99 മുതൽ വേണം.